നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2025 ഏപ്രിൽ മാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നോക്കാനുള്ളത്. ഈ മാസത്തെ ഗ്രഹാവസ്ഥകൾ നോക്കുമ്പോൾ മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മാറ്റം മാർച്ച് മാസത്തിൽ സംഭവിക്കുന്നത്. ഏപ്രിൽ മുതൽ അതിൻ്റെ ഫലം നന്നായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. സൂര്യൻ ഇപ്പോൾ മീനൻ രാശിയിലേക്ക് കടന്ന് സഞ്ചരിക്കുകയാണ്. ഏപ്രിൽ പകുതിയാകുമ്പോഴത്തേക്കും മേടൻ രാശിയിലേക്ക് സൂര്യൻ സ്ഥാനം മാറും. അതായത് മേട സംക്രമത്തോടുകൂടി സൂര്യൻ മേടൻ രാശിയിലേക്ക് മാറുന്നു. വിഷു, നമ്മുടെ ആചാരപ്രകാരമുള്ള വിഷു എന്നാണ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 13 വരെ മീനൻ രാശിയിൽ ഒരു പഞ്ചഗ്രഹ യോഗം സംഭവിക്കുന്നുണ്ട്. രാഹു, ശുക്രൻ, ബുധൻ, സൂര്യൻ, ശനി, ഇത്രയും ഗ്രഹങ്ങൾ അവിടെ ഒന്നിച്ച് നിൽക്കുകയാണ്. വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഉള്ള ഒരു യോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മീനൻ രാശിയുടെ നേരെ 7ാം രാശിയായ കന്നി രാശിയിലാണ് കേതുവിൻ്റെ സഞ്ചാരം, പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. ചൊവ്വയാണെങ്കിൽ മിഥുനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏപ്രിൽ 3 ആകുമ്പോഴത്തേക്കും കർക്കടക രാശിയിലേക്ക് ചൊവ്വ സംക്രമിക്കും. കർക്കടക രാശി ചൊവ്വയുടെ നീചരാശിയാണ്. ഇടവത്തിൽ ആണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ദൈവാധീനത്തിൻ്റെ കാരകനായ വ്യാഴം ഇടവൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നു. മെയ് മാസം വരെ ഇടവൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രഹനിലകൾ, ഈ സമയത്തെ ഗ്രഹാവസ്ഥകൾ. ഇതിനിടയിൽ ചന്ദ്രൻ ഓരോ നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 12 പൗർണമി സംഭവിക്കുന്നു. ഏപ്രിൽ 27 അമാവാസി സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ചന്ദ്രൻ്റെ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാനായിട്ട് 27 ദിവസങ്ങളും അല്പം കൂടെ സമയവുമാണ് വേണ്ടി വരുന്നത്. 28ാം ദിവസം ആകുമ്പോഴത്തേക്കും യാത്ര തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. അശ്വതി നക്ഷത്രത്തിൻ്റെയാണ് ആദ്യത്തെ ഫലം. അവർ മേടക്കൂറിലാണ് ഉൾപ്പെടുന്നത്. സൂര്യൻ 12ാം ഭാവത്തിലും ജന്മരാശിയിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പഞ്ചഗ്രഹ യോഗം സംഭവിക്കുന്നുണ്ട്. സൂര്യനും രാഹുവും ബുധനും ശുക്രനും ശനിയും. ശനിയും രാഹുവും 12ലാണ് മാസം മുഴുവനുള്ളത്. അപ്പോൾ അലച്ചിലുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ അല്പം സമ്മർദ്ദം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെന്നില്ല. ഒരു കാര്യം ഉദ്ദേശിച്ച് പോയാൽ അത് സാധിക്കണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ചില കാര്യങ്ങൾ സാധിക്കും, ചിലത് സാധിക്കുകയില്ല, അങ്ങനെയായിരിക്കും. ജോലിയിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് യാത്രകൾ ജോലി സംബന്ധമായിട്ടും ചെയ്യേണ്ടി വരും. അതേ സമയത്ത് തന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പോകേണ്ട അവസ്ഥകളും ഉണ്ടാകും. അങ്ങനെ ഒരു സമ്മർദ്ദമായിരിക്കും ഏതിന് പോകണം എന്നുള്ളത്. തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് വലിയ കൺഫ്യൂഷൻ അനുഭവപ്പെടും. മനസ്സിന് ഒരു ചഞ്ചലിപ്പ് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. മേലധികാരികളിൽ നിന്നും നിയന്ത്രണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബിസിനസ്സിന് അത്ര അനുകൂലമായ സന്ദർഭമല്ല. നിലവിലുള്ള ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ അറിവ് നേടുകയും പക്വത നേടുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ബന്ധുക്കളൊക്കെ ആയിട്ട് പരമാവധി യോജിപ്പോടുകൂടി മുന്നോട്ട് പോവുക. ധനപരമായിട്ട് വലിയ ദോഷമില്ല. വ്യാഴം 2ലാണ് ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2ാം ഭാവത്തിൽ ധനകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ധനം കിട്ടിക്കൊണ്ടിരിക്കും. വലിയ കടബാധ്യതയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുറച്ച് കടമൊക്കെ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ ഇതേ സമയത്ത് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. ശനി 12ലാണ്, സൂര്യൻ തുടക്കത്തിൽ 12ലാണ്, പിന്നെ ജന്മക്കൂറിലേക്ക് വരുന്നു. ഈ അലച്ചിലുകൾ കൊണ്ടുള്ള ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് ധനച്ചെലവുണ്ടാകും. അതുപോലെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ധനച്ചെലവുണ്ടാകും. അതുപോലെ തന്നെ ധനപരമായിട്ട് ഉള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിട്ട് കടം വീട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സഹായത്തിന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ടോ ഒക്കെ ധനത്തിൻ്റെ ചിലവ് ഉണ്ടാകും.
അതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഫലം. അടുത്ത ഭരണി നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ അവർക്കും മേടക്കൂറിലാണ് ഭരണി നക്ഷത്രവും വരുന്നത്. അവർക്കും ഏഴര ശനിയുടെ തുടക്കമാണ്. അശ്വതി നക്ഷത്രക്കാർക്കും ഏഴര ശനിയുടെ തുടക്കമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ഏഴര ശനിയുടെ തുടക്കമാണ്. ഏഴര ശനി എന്ന് പറയുന്നത് 7.5 വർഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഇപ്പം വരുന്നത്. സൂര്യനാണെങ്കിൽ ഇതുപോലെ മാസത്തിൻ്റെ പകുതി വരെ 12-ാം ഭാവത്തിലും ശേഷം ജന്മക്കൂറിലുമാണ് സഞ്ചരിക്കുന്നത്. ജോലിയിൽ അലച്ചിലുകളും സമ്മർദ്ദങ്ങളും ധാരാളമായിട്ട് ഉണ്ടാകും. മനസ്സിന് പ്രയാസവും മുറിവും ഉണ്ടാക്കുന്ന ചില സംസാരങ്ങൾ ബന്ധുക്കളുടെ അടുത്തുനിന്നോ സഹപ്രവർത്തകരുടെ അടുത്തുനിന്നോ ഒക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്ന അവസരങ്ങൾ നേരിടേണ്ടി വരും. പല പല പ്രശ്നങ്ങൾ ഒന്നിച്ച് അഭിമുഖീകരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. രോഗങ്ങൾ ബാധിച്ച് ശരീരം ക്ഷീണിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിലേക്ക് വലിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ടെൻഡൻസി, അങ്ങോട്ട് ചായാനുള്ള ഒരു ടെൻഡൻസി, ഒരു താല്പര്യം ഉണ്ടാകാനുള്ള ഇടയുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സാന്നിധ്യം അല്ലെങ്കിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഭരണി നക്ഷത്രക്കാരത് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റായ വഴികളിലേക്ക് കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെ പരിചയക്കാരോ ഒക്കെ പല പല പ്രലോഭനങ്ങളോ ഒക്കെ ഉണ്ടാകാം. ജോലിയിലാണെങ്കിലും കൈക്കൂലി മേടിക്കാനോ അല്ലെങ്കിൽ അനധികൃതമായ കാര്യങ്ങൾ ചെയ്യാനോ കള്ളം പറഞ്ഞ് ലൈസൻസ് നേടാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. ചെലവിന് നിയന്ത്രണം വേണം. ഒരുപാട് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ് ഉദ്യോഗസ്ഥർക്ക്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പതിവിലും കൂടുതൽ സമയം ജോലി ചെയ്യുകയും അതുവഴി ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. പലർക്കും ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാം. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരേ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരാം. യാത്ര ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. എല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആ സമയത്ത് സമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണം. ഉറക്കം കുറയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വീട് വിട്ട് മാറി പഠനത്തിന് വേണ്ടി പോകേണ്ട അവസ്ഥയുണ്ടാകും. എന്നാൽ ധനപരമായിട്ട് കുഴപ്പമില്ല. വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം ലഭിക്കും. ശുക്രൻ 12-ൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണം ഒരു പരിധിവരെ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കും. ശുക്രൻ്റെ ഉച്ച ഭാവത്തിലുള്ള 12-ലെ സ്ഥിതി, 12-ൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും മോശമാണെങ്കിലും ശുക്രൻ അത്ര മോശമല്ല. അതുകൊണ്ട് ആ ഒരു ഗുണം ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും. നമ്മൾ ഈ ഫലം പറയുമ്പോൾ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ധനപരമായിട്ട് വലിയ പ്രയാസങ്ങൾ വരികയില്ല. പിന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഷെയർ മാർക്കറ്റിലും സാമാന്യമായ ഉയർച്ച അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാർത്തിക നക്ഷത്രമാണ് അടുത്തത്. കാർത്തികയുടെ ആദ്യ പാദം മേടക്കൂറിൽ വരുന്നത് കൊണ്ട് സൂര്യൻ്റെ 12-ലെ സ്ഥാനം ജന്മക്കൂറിലെ സ്ഥാനം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മനപ്രയാസവും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അലച്ചിലുകളും ഉണ്ടാകും. അതുപോലെ രാഹു 12-ൽ നിൽക്കുന്നു, ശനി 12-ൽ നിൽക്കുന്നു. ഏഴര ശനിയുടെ തുടക്കമാണ് കാർത്തിക ആദ്യ പാദത്തിൽ ജനിച്ചവർക്ക്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബന്ധുജനങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. വീട്ടിലൊരു സമാധാനക്കുറവ് പോലെ അവർക്ക് അനുഭവപ്പെട്ടേക്കാം. പിതൃ സ്വത്തുക്കൾ കിട്ടാനായിട്ട് കേസുകളിലേക്ക് പോലും പോകേണ്ട അവസ്ഥകൾ ഉണ്ടായേക്കാം. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന പോലെയൊന്നും ആയിരിക്കുകയില്ല അടുത്ത ബന്ധുക്കൾ പോലും പെരുമാറുന്നത് എന്നുള്ളത് നമ്മളെ വിഷമിപ്പിച്ചേക്കാം. സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ തന്നെ നമ്മൾ വളരെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന പലരും നമ്മളോട് അടുപ്പം കാണിക്കാതെ അകന്നു നിൽക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മോശം പ്രവൃത്തികളുണ്ടാകുന്ന ഒരവസ്ഥ കാർത്തിക ആദ്യപാദക്കാർക്ക് നേരിടേണ്ടി വന്നേക്കാം. ധനപരമായിട്ട് വ്യാഴത്തിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കും. എങ്കിൽ പോലും ധനം ശേഖരിച്ച് വെക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും. ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യം ഗുണകരമായിട്ടാണ് വരുന്നത്. സൂര്യൻ 11-ൽ, അതുപോലെ തന്നെ ശനി 11-ലേക്ക് വരുന്നതും ഗുണകരമാണ്. ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് 11 നിൽക്കുന്നതൊക്കെ ഗുണകരമാണ്. കിട്ടാനുള്ള ധനം ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആ കാലഘട്ടം നല്ല ഗുണകരമായിട്ട് തന്നെ വരുന്നതാണ്. ഈ മാസത്തിൻ്റെ 2-ാം പകുതിയാകുമ്പോൾ സൂര്യൻ ജന്മക്കൂറിലേക്ക് എത്തിച്ചേരും. അതിൻ്റേതായ പ്രയാസങ്ങൾ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ബുധൻ നീചനായിട്ട് 11-ൽ നിൽക്കുന്നു. ആ ബുധൻ്റെ പൂർണ്ണഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസവും ഉണ്ടാകാം. ചൊവ്വ 3-ലേക്ക് മാറുമല്ലോ ഏപ്രിൽ 3 ആകുമ്പോഴത്തേക്കും. പക്ഷേ ചൊവ്വയുടെ നീചരാശിയാണ് ഈ കർക്കിടക രാശി. അതുകൊണ്ട്
ആ ചൊവ്വയെ കൊണ്ടുള്ള ഫലം പൂർണ്ണമായിട്ടും കിട്ടുകയില്ല എന്നുള്ളൊരു പ്രയാസവും ഉണ്ട്. ചൊവ്വയാണ് നമുക്ക് യൗവനവും ഊർജാലിറ്റിയൊക്കെ തരുന്നത്. നമ്മുടെ ഒരു ഊർജ്ജസ്വലതയോടെ പെരുമാറാൻ കഴിയുന്നതൊക്കെ ചൊവ്വയുടെ ഫലം കൊണ്ടാണ്. ചൊവ്വ ഉച്ചസ്ഥനായിട്ടോ മിത്രക്ഷേത്ര സ്ഥിതിയിലോ ഒക്കെ 3-ൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ആ സമയത്ത് കൊടുക്കും. പക്ഷേ ഇത് നീചരാശിയായ കർക്കിടകത്തിലാണ് ചൊവ്വ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു തണുപ്പൻ മട്ട് എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാകും. രോഹിണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നോക്കുമ്പം ഏപ്രിൽ ആദ്യ പകുതിയിൽ സാമാന്യം ഗുണകരമാണ്. 11-ൽ സൂര്യനും രാഹുവും ശനിയും ഉള്ളതുകൊണ്ട് 3 ഗ്രഹങ്ങളുടെയും ലാഭസ്ഥാനത്തുള്ള സഞ്ചാരം കൊണ്ടുള്ള ധനപരമായ ഫലങ്ങൾ കിട്ടുന്നതാണ്. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. പല ധനാഗമ മാർഗങ്ങളും ഉണ്ടാകും. മത്സരങ്ങളിലും പരീക്ഷകളിലുമൊക്കെ വിജയമുണ്ടാകും. എല്ലാ പരിശ്രമങ്ങളും പൂർണ്ണതയിലെത്തിക്കാനായിട്ട് സാധിക്കും. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പിതൃസ്വത്തുക്കളൊക്കെ കൈവശം വരാനും ഒന്നുകിൽ അവയിൽ നിന്നുള്ള ആദായം കൊണ്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവ വിറ്റ് കാര്യം നേടാനായിട്ട് സാധിക്കും. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഏപ്രിൽ 15 ആകുമ്പോഴത്തേക്കും ജന്മക്കൂറിലേക്ക് സൂര്യൻ എത്തിച്ചേരുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. സർക്കാരിൽ നിന്നുള്ള പ്രതികൂല നടപടികൾ, കാലതാമസം ഒക്കെ നേരിട്ടേക്കാം. പൊതുരംഗത്തുള്ളവർക്ക് അനുയായികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ട അവസ്ഥകൾ ഉണ്ടാകാം. അലച്ചിലുകൾ വർദ്ധിക്കുന്നതാണ്. പിന്നെ സൂര്യൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പം ദേഹാരിഷ്ടതകൾ വലിയ തോതിൽ അല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാം. അതിന് മറ്റൊരു കാരണം സൂര്യൻ വരുന്നത് ശുക്രൻ്റെ രാശിയിലേക്കാണ്. ശുക്രൻ്റെ ആധിപത്യമുള്ള രാശിയാണ് ഇടവൻ രാശി. സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ. അപ്പോൾ സൂര്യൻ അവിടെ അത്ര ഇഷ്ടമുള്ള ഒരു സ്ഥലവുമല്ല. അപ്പോൾ അതും നമ്മളെ ശാരീരികമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഫലം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഇഷ്ടക്കേടാണ്. സൂര്യൻ ആണല്ലോ, ആത്മകാരകനാണല്ലോ. ആത്മകാരകനും പിതൃകാരകനും ഒക്കെയാണ് സൂര്യൻ. അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത പല പല അനുഭവങ്ങളും ഉണ്ടാകും. ഇനി മകയിര നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം ഇടവക്കൂറിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമായിരിക്കും. രണ്ടാമത്തെ പകുതി അലച്ചിലുകൾ വർദ്ധിക്കും. നേരത്തെ രോഹിണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൂര്യൻ 11-ൽ സഞ്ചരിക്കുന്ന ഏപ്രിൽ പകുതി ഭാഗം ഗുണകരമായിരിക്കും. കാരണം ആ സമയത്ത് സൂര്യനും ശനിയും രാഹുവും ശുക്രനും ബുധനും എല്ലാം 11-ൽ ഉണ്ട്. ബുധൻ നീചനാണ്. ബുദ്ധിപരമായിട്ട് പൂർണ്ണഫലം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും ശുക്രൻ്റെ ഫലം കൊണ്ടും മറ്റ് ശനി, സൂര്യൻ, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ 11-ാം ഭാവസ്ഥിതി കൊണ്ടുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കും. പല കാര്യങ്ങളും പെട്ടെന്ന് സാധിച്ചു കിട്ടും. സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹകരണം ഉണ്ടാകും. ജോലിസ്ഥലത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. പ്രമോഷൻ കിട്ടാനും സാധ്യതയുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബിസിനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വരിക, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമയത്ത് വിറ്റഴിക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ ആ ട്രാൻസാക്ഷനിൽ നമ്മൾ ഇടപെട്ട് നിൽക്കുന്ന ആ പണമിടപാടിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നു ചേരുക, അതൊക്കെ ഉണ്ടാകാം. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് സാമാന്യം ഗുണകരമാണ്. കണ്ടകശനിയാണ്, 10-ൽ ശനിയാണ് മിഥുനക്കൂറിലുള്ള മകയിര നക്ഷത്രക്കാർക്ക്. എങ്കിലും തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരാർജവം അവർക്ക് ഉണ്ടാകും. ധനലാഭത്തിനുള്ള സാധ്യതയും ഉണ്ട്. പല വഴികളിൽ കൂടെ ധനം നേടാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. അതിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അനുഗ്രഹദായകമായിരിക്കും. അതുപോലെ തന്നെ രോഗം ബാധിച്ച് ചികിത്സയൊക്കെ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് മിഥുനക്കൂറിൽ പെടുന്നവർക്ക്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം അനുകൂലമാണ് ഫലം. സൂര്യൻ 10-ലും 11-ലുമായിട്ടാണ് ഏപ്രിൽ മാസത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ 10-ലാണ് ശനി വരുന്നത്. ശനി 10-ൽ നിൽക്കുമ്പോൾ കണ്ടകശനിയാണ്. മീനത്തിൽ നിൽക്കുന്ന ശനി എന്നുള്ള ഒരു എക്സെപ്ഷൻ കിട്ടും. കാരണം വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് മാരകമായ ദോഷമൊന്നും ഉണ്ടാവുകയില്ല. പിതൃസ്വത്തുക്കളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പദവികളോ ചുമതലകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിലോ സാമൂഹ്യ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ഒക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ പദവികൾ കിട്ടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ സിദ്ധിക്കും. പുതിയ അനുയായികൾ വന്നു ചേരും. പിതൃസ്വത്ത് അല്ലെങ്കിൽ മാതൃസ്വത്ത് വിൽപ്പന നടത്തിയിട്ട് അതുകൊണ്ട് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും. കണ്ടകശനി എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നും വിജയം സിദ്ധിക്കുകയില്ല.
ബിസിനസ്സിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ സംയമനത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ്. അതായത് പൊട്ടിത്തെറിക്കരുത് ഒരു കാര്യത്തിലും. പെട്ടെന്ന് ദേഷ്യം വരും ഈ സമയത്ത്. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. അത് അല്പം സമ്മർദ്ദം സൃഷ്ടിക്കും. അതോടൊപ്പം ഈ ശനിയും രാഹുവും ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകും. ബുധൻ നീചത്തിലുമാണല്ലോ, 10 കർമ്മഭാവത്തിൽ ബുധൻ നീചത്തിൽ നിൽക്കുന്നു. ശുക്രൻ ഉച്ചത്തിലുള്ളത് ഗുണകരമാണ്. പക്ഷേ 10ാം ഭാവം ശുക്രൻ അത്ര ശുഭകരമല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. 6, 7, 10 ഭാവങ്ങളിൽ ശുക്രന് പൂർണ്ണ ശുഭഫലം തരുന്ന ഗ്രഹമല്ല. കർമ്മഭാവത്തിൽ ഉച്ചത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഈ രാഹു ശനിയും തമ്മിലുള്ള യോഗം എന്ന് പറയുന്നത് കാര്യങ്ങൾ നീങ്ങാനായിട്ട് കുറേ പ്രയാസമായിരിക്കും. മടി ഭയങ്കരമായിട്ട് വർദ്ധിക്കും. അലസത, മടി ഇതൊക്കെ ഉണ്ടാകും. ക്ഷീണം തോന്നും. വീട്ടിലെ പല പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. എങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകും. വലിയ പിണക്കങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. ഇടയ്ക്കിടയ്ക്കെല്ലാം സംശയങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഒരു കൺഫ്യൂഷൻ, ഒരു ചെറിയ പ്രശ്നങ്ങൾ പോലും സങ്കീർണമാക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. പിന്നെ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ ഗുണകരമല്ല. നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ പരീക്ഷക്കാലമൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് മനസ്സ് പഠനത്തിൽ തന്നെ ഉറപ്പിച്ച് പോവുക. പല രീതിയിൽ നമ്മുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഓരോരോ എലമെൻറ്റ്സ് കയറി വരും. അതിനുള്ള അവസരങ്ങളൊക്കെ കയറി വരും. ഉത്സവകാലമാണ്. അതുപോലെ തന്നെ പല സിനിമകൾ ഇറങ്ങും വിഷുവിനോടുകൂടി. അപ്പം ശ്രദ്ധ മാറിപ്പോവാനായിട്ട് ഒരുപാട് ഷോപ്പിംഗ് അവസരങ്ങളൊക്കെ ഉണ്ടാകും. ശ്രദ്ധ മാറിപ്പോവാനുള്ള കുറേ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. പക്ഷേ വിദ്യാർത്ഥികൾ മനസ്സുറപ്പിച്ച് തന്നെ പഠിക്കുക. നന്നായിട്ട് പഠിച്ച ശേഷം പരീക്ഷ എഴുതുക. ജോലിക്ക് പോകുന്നവരും ഇൻ്റർവ്യൂവിന് പോകുന്നവരും ഒക്കെ ഇത് ശ്രദ്ധിക്കുക. ജോലിക്ക് പോകുന്നവരല്ല, ജോലി തേടി പോകുന്നവർ. പിന്നെ 12 വ്യാഴം എന്നുള്ള ഒരു പ്രശ്നവും മിഥുനക്കൂറിൽപ്പെടുന്ന തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട്. ചെലവ് വർദ്ധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലേക്ക് ഒരു താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യവും അല്ലെങ്കിൽ മനസ്സിന് ആ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പും ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയും. ധനപരമായിട്ടല്ലെങ്കിലും ശാരീരികമായിട്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് നേടാനായിട്ട് സഹായിച്ചുകൊണ്ടാണെങ്കിലും അവരെ സഹായിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാകും. അടുത്ത പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 1/4 ഭാഗം മിഥുനക്കൂറിലും ബാക്കി അവസാന പാദം കർക്കിടകക്കൂറിലുമാണ്. സൂര്യൻ പൊതുവെ അനുകൂലമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നതാണ്. കണ്ടകശനി എന്നുള്ള ഒരു പ്രശ്നം പുണർദം മിഥുനക്കൂറുകാർക്കുണ്ട്. അതുകൊണ്ട് വ്യാപാര കാര്യങ്ങളിലും പണമിടപാടുകളിലും നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. കരാറുകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് കരാറുകൾ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. നിയമപരമായ പ്രശ്നങ്ങളിൽ നിയമവിദഗ്ധരുടെ ഉപദേശം തേടേണ്ടതാണ്. വിദേശവുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായ ഫലങ്ങളുണ്ടാകും. സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജന്മനക്ഷത്രത്തിൽ നിന്ന് ചൊവ്വ മാറുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങളും ലഭിക്കുന്നതാണ്. വീട്ടിലെ പ്രായമായ ആളുകൾക്ക് വാർദ്ധക്യ സഹജമായ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പൂയ നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ ശനി അഷ്ടമത്തിൽ നിന്ന് മാറിയതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. 9 ശനിയാണ് വരുന്നത്. 9 ഭാഗ്യഭാവമാണ്. അത് മീനവുമാണ്. അതുകൊണ്ട് ദോഷം ഇല്ല, അല്പം ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ ശനിയെ കൊണ്ടുണ്ടാകും എന്ന് പറയാം. പൂർണ്ണ ഗുണവും പറയാൻ കഴിയില്ല. പിന്നെ സാഹസകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ദേഷ്യത്തിനുള്ള ഒരു പ്രവണത, മുൻകോപം ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. ചൊവ്വ പൂയ നക്ഷത്രത്തിലേക്ക് വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും. മുൻകോപം, എടുത്തിയാട്ടം ഉണ്ടാകും. പ്രകോപിതനാകും പെട്ടെന്ന്. എന്തു പറഞ്ഞാലും ദേഷ്യം വരും. അതുകൊണ്ട് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുക, എടുത്തിയാട്ടം നിയന്ത്രിക്കുക. ദാമ്പത്യത്തിലും കുടുംബജീവിതത്തിൽ മക്കളുമായിട്ടൊക്കെ സ്വരച്ചേർച്ചക്കുറവുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. വ്യാഴം 11 ആകുന്നതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതുമാണ്. നമുക്ക് നഷ്ടപ്പെട്ട
എന്തെങ്കിലും അവസരങ്ങൾ ഈ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഉയർന്നു വരും. നല്ല അവസരങ്ങളാണെങ്കിൽ അത് വിട്ടുകളയാതെ അതിനെ സ്വീകരിക്കുക. ജോലിയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫറായിട്ടോ ഒക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. നമുക്ക് പറ്റിയതാണോ എന്ന് നന്നായിട്ട് നോക്കിയിട്ട് അത് സ്വീകരിക്കുക. ഏപ്രിൽ രണ്ടാമത്തെ പകുതി ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഗുണകരമാകും. സൂര്യൻ്റെ സ്ഥാനം മാറുന്നു. മത്സരങ്ങളിലൊക്കെ വിജയിക്കാനും അല്പം ധനം കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണമുണ്ട് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ടുള്ള ധനഭാവം പുഷ്ടിപ്പെടും. സൂര്യൻ വരുന്നതുകൊണ്ട് ധനത്തിന് നേട്ടമുണ്ടാകും. പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു വൻ നേട്ടം ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ല. കർമ്മരംഗം കുറച്ചുകൂടെ ഉഷാറാവും. ആയില്യ നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, അലച്ചിലുകൾ ഉണ്ടാകാം, ചെറിയ തോതിലുള്ള രോഗസാധ്യതകളും ഉണ്ട്. ഈ സൂര്യാതപം ഏറ്റ് ഉള്ള ക്ഷീണമോ നിർജ്ജലീകരണം ഉണ്ടല്ലോ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുക, അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ചും ധാരാളം വെള്ളം കുടിക്കുകയും ഒരുപാട് ക്ഷീണിക്കുമ്പോൾ തണലത്തേക്കൊന്ന് മാറിയിരുന്ന് അല്പം വിശ്രമിക്കുകയൊക്കെ ചെയ്യണം. ഈ ഒരു സമയത്ത് സൂര്യൻ്റെ പ്രഭാവം ആയില്യ നക്ഷത്രക്കാരിൽ വലിയ തോതിൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. പാവഗ്രഹങ്ങളാണ് 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇത് പൂർണ്ണ ഗുണകരം എന്ന് പറഞ്ഞുകൂടാ. ചെറിയ ചെറിയ നേട്ടങ്ങളുണ്ടാകും. വലിയ നേട്ടങ്ങൾ പലതും എത്തിപ്പിടിക്കാൻ കഴിയാതെ അകന്നു നിൽക്കുന്ന ഒരു പ്രയാസവും അനുഭവപ്പെട്ടേക്കാം. തൊഴിൽ രംഗത്ത് കലഹങ്ങളുണ്ടാകാം. സഹപ്രവർത്തകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാം. മറ്റാരെങ്കിലും ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. സർക്കാരിൽ നിന്നുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. പ്രത്യേക അപേക്ഷകൾ കൊടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ വേണ്ടി വരുന്ന കാര്യങ്ങളാണെങ്കിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആലോചിക്കും. ഒരുപക്ഷെ അത് തുടങ്ങാനും സാധിക്കുന്നതാണ്. അമിത കോപവും ക്ഷമയില്ലായ്മയൊക്കെ ബാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചൊവ്വ മാറുന്ന ഒരു മാസമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രയാസം ഉണ്ടാകുന്നത് കൊണ്ട് ചൊവ്വ ജന്മക്കൂറിലേക്ക് വരുന്നു. അതും തൊട്ടു മുമ്പുള്ള നക്ഷത്രത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ആയില്യ നക്ഷത്രക്കാർക്ക് നേരിടും. കൂടുതൽ ദോഷകരമായിട്ട് അനുഭവപ്പെടുന്നവർ സർപ്പദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യണം. ആയില്യം നക്ഷത്രത്തിലുള്ളവർ നൂറുംപാലും ആയില്യ പൂജ്യമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പം ഈ പാപഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ അലച്ചിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് മാറി നിൽക്കും. എപ്പോഴും ദൈവാധീനം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നക്ഷത്രഫലം ഇത്രയുമാണ്, അശ്വതി മുതൽ ആയില്യം വരെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.